ബിഗ് ബോസ് സീസൺ 7 വിളിച്ചാൽ പോകുമോ? ഈ സ്വഭാവം എന്തിനാ നാട്ടുകാരെ അറിയിക്കണം? 4 പേരെങ്കിലും ഇതിലെ വീഡിയോയിലാണെങ്കിലും കമൻസിലിടുന്നുണ്ട് എനിക്കിഷ്ടമാണെന്ന്. ഇനി അതും കൂടി ഇല്ലാണ്ടാക്കണ്ടല്ലോ. യുവർ ഫേവറേറ്റ് പ്ലേസ്? അമ്മയുടെ കൂടെ പോയിട്ടുള്ള ഓരോ സ്ഥലത്ത് രണ്ടാമത് പോയിട്ടില്ല. മതിയായി. ബെസ്റ്റ് ആരായിരുന്നു? ലവർ ഉണ്ടോ? അമ്മ ഇങ്ങനത്തെ ഒരാളുണ്ട്. ഞാൻ ആദ്യത്തെ 5 ദിവസം ഞാൻ ആളെ പറ്റി പറഞ്ഞേക്കുമ്പത്തി അമ്മൻ്റെ അടുത്ത് പറയും ഇന്ന ആളാണല്ലേ. ശരി. 70s സിൽക്ക് അമ്മേ സിൽക്ക് ഫേവറേറ്റ് സബ്ജക്ട് ഏതാമ്മ? അമ്മ അറിയും. ഈ അടുത്ത ഏറ്റവും സന്തോഷം തോന്നിയത് എപ്പോഴാ? ഏറ്റവും സന്തോഷം ഏറ്റവും ദുഃഖം തോന്നിയത് ഞാൻ കഴിഞ്ഞ ദിവസം. ക്രഷ് ഇല്ലെങ്കിൽ താല്പര്യമുണ്ടോ? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പറയൂ. സ്വാഗതം. അങ്ങനെ എന്തായാലും ഗണപതി കല്യാണം നാളെ നീളെ എന്നുള്ള പ്രാർത്ഥനയ്ക്കൊടുവിൽ കാത്തു വെച്ചൊരു കസ്തൂരി മമ്പഴും അവസാനം താഴെ വീഴുകയാണ്. അത് ഇതൊരു വല്ലാത്ത കസ്തൂരി മമ്പഴമാണ്. നമ്മളുണ്ടല്ലോ ഒരു 2-2.5 മാസം മുമ്പ് ഒരു Q&A വീഡിയോക്ക് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറച്ച് ടൈം അടുപ്പിച്ച് കിട്ടിയപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുക്കാന്നുള്ള ആ ഒരു മൈൻഡിലേക്കാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ 2 മാസം വളരെ പെട്ടെന്ന് പോയല്ലേ അമ്മ. അത് ഒന്നുമില്ല, മുടിയൻ ചേട്ടൻ ഒരു കല്യാണം കഴിച്ചു, ഒന്ന് ഓണം വന്നു, ഒരു എക്സാം വന്നു, ഡേ പോയി 2 മാസം. ആ അവസ്ഥയെ സോറി ഗൈസ്. കാരണം കുറേ പേര് കമന്റ് ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് 4000 കമന്റ്സ് ആ ഷോർട്സിനുണ്ടായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മൾ ഇന്ന് ഡീലാക്കുന്നതാണ്. അപ്പം അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് Q&A വീഡിയോ ഇസ് ഫൈനലി ഹിയർ ഗൈസ്. തുടങ്ങിയാലോ? ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് എനിക്ക് ഞാൻ അന്നോട്ടേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പേര് തലയിലുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആരൊക്കെയാണ് ചോദിച്ചതെന്നൊക്കെ നോക്കിയതേ ഞാൻ ആ വീഡിയോ അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് വായിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഞാൻ സംഗതി അവതരിപ്പിച്ചാലും സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇവിടെ ഒരാളും കൂടെ വേണമല്ലോ. അതുകൊണ്ട് സബ് കമൻറ്റേറ്ററായിട്ട് ഞാൻ അമ്മയും കൂടെ നിയമിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? യെസ്. അപ്പം ഞാൻ ഇരുന്ന് തള്ളും, പറ്റുന്ന ഞാൻ കുറയ്ക്കും. അതെ, തള്ളിനെ അമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. ഓക്കെ റെഡി? അപ്പോൾ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. അമ്മേ ദേവി മഹാമായി. മെയിനായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് ആ 3 ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണും. അത് ഞാൻ അവസാനം പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ ഇരുന്ന് വിടൂല നിങ്ങളെ. ഓക്കെ, മെയിൻ ക്വസ്റ്റ്യൻ. എന്നെ പേടിയുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ. ഇഷ സുമൈന ചോദിച്ചിരിക്കുകയാണ്, ഉപ്പുമുളകിൽ നിന്ന് ഇടയ്ക്ക് ചെന്നൈയിലേക്ക് പോകുന്നത് ശരിക്കും എന്തിനാണ്? ചെന്നൈക്ക് പോകാൻ പാടില്ലേ? അയ്യോ അങ്ങനെയല്ല, ചെന്നൈക്ക് പോകാൻ പാടും ഗൈസ്. ഇത് ആക്ച്വലി ഈ ചെന്നൈക്ക് ശിവ പോകുന്നത് കോളേജിൽ പഠിക്കാനാണല്ലോ. ഞാൻ കോളേജിലായിട്ടില്ല, സ്കൂളിലാണ്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ശിവ ചെന്നൈക്ക് കോളേജിൽ പഠിക്കാൻ പോകുന്നു, ശിവ ചെന്നൈക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ പഠിക്കാൻ വരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പം എക്സാംസും അല്ലെങ്കിൽ പ്രാക്ടിക്കൽസോ അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്ത് തീരൂ എന്നുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഷൂട്ടിൽ നിന്ന് ലീവ് എടുക്കും. അപ്പോൾ 10th അത്രയും ഞാൻ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. പിന്നെ ഞാൻ 12th ആയപ്പോഴത്തേക്കും കോളേജ് കുറച്ച് കാലം കഴിഞ്ഞല്ലോ ഉപ്പുമുളകും. അപ്പോൾ ഞാൻ ഇപ്പം എന്നെ കോളേജിൽ വിട്ടേക്കാണ്. അപ്പോൾ എൻ്റെ സ്കൂള്, പഠിപ്പ്, എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നൈസായിട്ട് മുങ്ങുന്നതാണ് ഈ ചെന്നൈക്ക് കേട്ടോ. വേറെ ഒന്നുമല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്നൈ പോകും. ഇടയ്ക്കിടയ്ക്ക് ചെന്നൈ പോകേണ്ട ആവശ്യം വരാറുണ്ട്. കയ്യിലിരിപ്പം അത്രയും നല്ലതായതുകൊണ്ടേ. ഓക്കെ, ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ശിവ. ഈ കമന്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാൻ മിക്കവാറും എടുത്ത് വീഡിയോ ഒന്ന് പുറത്തുകളയും. പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടം. 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്. ഇത് ആരുടെ Q&A? എന്റെയാണോ അമ്മയുടെയാണോ? അല്ല, ഞാൻ അവളുടെ ഇഷ്ടമാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും എപ്പോഴും 6 കുട്ടിയെടുത്ത് കളിപ്പിക്കാനൊക്കെ കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ കീരിയും മമ്മും പോലെയാ. ഒരു സമയത്ത് കീരിയും മമ്മും 1 കമ്പനി ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷേരിയും കീരിയും എന്ന് വെച്ചാൽ തല്ലെന്നൊക്കെ പറഞ്ഞാൽ തല്ല് ബഹളമൊക്കെ ഉണ്ടാക്കാം ഞങ്ങൾ. പക്ഷെ പൊന്നേ വാവേന്നാണെങ്കിൽ പൊന്നേ വാവേന്നാണ്. അത്ര കമ്പനിയാണ്. ബാക്കി ആ സെറ്റിൽ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാലും പാറക്കുട്ടി ഒരു പൊട്ടിക്ക് തായി. അപ്പോൾ അതിൻ്റെ ആൻസർ അതാണ് ഗൈസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബ്? അടങ്ങിയിരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്.
എനിക്കിങ്ങനെ ചളബളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം, ഇത് കയ്യിൽ ആരെങ്കിലൊക്കെ കത്തി വെച്ച് കൊല്ലണം, ഇങ്ങനെ കൈ കിട്ടി കുത്തിക്കൊണ്ടിരിക്കുക, അതാണ് main പരിപാടി. ഇതെന്താണ് വെറുതെ ഒരു അർത്ഥവും ഒരു തമാശയത്തെ ചളവൊക്കെ പറഞ്ഞിട്ട് സ്വയം ഇരുന്ന് ചിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. അപ്പോൾ ഇതൊക്കെ അല്ല കേട്ടോ, വായിക്കും, പിന്നെ എന്താ പാട്ട് കേൾക്കുക, വായിക്കുക, അതൊക്കെ ചെയ്യാറുണ്ട്. വായിക്കും. മിന്നി ബാലഭൂമി ബാലരമ മുത്ത്, അല്ല 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 മിന്നി ബാലരമ ബാലഭൂമി, അത്രയും മതി. അപ്പം ഇതൊക്കെ വായിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കൊക്കെ വായിക്കും. എന്നാലും എനിക്കങ്ങനെ ഒരു 9 to 5 ജോബൊന്നും പറ്റില്ല. എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള, നമ്മളിങ്ങനെ പറന്ന് നടക്കാൻ പറ്റുന്ന ഒരു ജോലി. പണിയെടുക്കാൻ പറഞ്ഞാൽ ഉടനെ വായിക്കും. അതെ. ഡ്രസ്സ് കഴുകാൻ പറഞ്ഞാൽ ഉടനെ വായിക്കും. പഠിക്കാന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഉറക്കൊക്കെ തനിയെ വരും. അല്ലെങ്കിൽ രാവിലെ 4 മണി വരെ ഒരു കൂസലുകളുടെ കണ്ണും തുറന്നിരിക്കുന്ന ഞാൻ ഒരു ബുക്ക് എടുത്ത് കണ്ണിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി, അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണാം. അപ്പം അങ്ങനെ എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വരുന്ന ഏത് ജോലിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം ഈ ഒരു സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ഒരു ടീച്ചർ ആവാനോ അല്ലെങ്കിൽ ഒരു ചെറിയ സൈക്കോളജി രംഗത്തിലേക്ക് നീങ്ങാനോ ഒക്കെയാണ് പ്ലാൻ. നോക്കാം അല്ലേ. 2-3 കൊല്ലം കഴിയുമ്പോൾ അറിയാം, നിങ്ങൾ തന്നെ അറിയാം. ഞാൻ തന്നെ യൂട്യൂബ് ചാനലിൽ പറയൂ. എന്നെ ചികിത്സിക്കാനൊക്കെ ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഇതിനെ ഞാൻ ചികിത്സിച്ച് കഴിഞ്ഞാൽ എനിക്കും കൂടെ വട്ടായിപ്പോ. എന്താ, ഞാൻ നോർമലല്ലേ? എടാ, ഈ വീട്ടുകാരൊക്കെ പറയുന്ന പോലെ അല്ലടാ, ഞാൻ ശരിക്കും നോർമലാണ് സത്യത്തിൽ. ലവർ ഉണ്ടോ, ക്രഷ് ഉണ്ടോ, ക്രഷ് ഉണ്ടെങ്കിൽ ആരാണ്, ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയുള്ള ഉത്തരം അവസാനം ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. പ്ലീസ് ബെയർ വിത്ത് മീ ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, യുവർ ഹോബീസ്. ഐ ലവ് ഡാൻസിങ്. ഡാൻസിങ് എൻ്റെ സ്ട്രെസ് റിലീഫാണ്. എനിക്ക് അർത്ഥവത്തായ ഡാൻസിങ് ഒന്നുമല്ല, വെറുതെ തുള്ളുക, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്, റീഡിങ് ഇസ് ലൈക്ക് എന്നെ ശരിക്കും ടൈം ട്രാവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് റീഡിങ്. ഭയങ്കര ഹാപ്പി ആക്കും എന്നെ. പാട്ട് കേൾക്കുക, എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് മസ്റ്റ് ഹാവ്സ് ആണ്. ഡാൻസ്, മ്യൂസിക്, ബുക്സ്, പിന്നെന്താണ് കുക്കിംഗ്, നല്ല ഫുഡ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 എണ്ണമാണ് എൻ്റെ സ്ട്രെസ് റിലീവേഴ്സ് തന്നെയാണ്, എന്നെ ഹാപ്പി ആക്കുന്നതാണ്, എനിക്ക് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾ ദാറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. പിന്നെ എന്താ, ഒറ്റ കൊണ്ടേ ഉള്ളൂ, ഹെഡ്ഫോൺസ് വെച്ചിട്ടേ പാട്ട് കേൾക്കുള്ളൂ. അതിൻ്റെ ഒരു ഫീല് വേറെ അല്ലേ ശരിക്കും. ഇങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ പാട്ട് കയറി ഇവിടെ ചെന്ന് ഇങ്ങനെ പൊട്ടും, ഇങ്ങനെ പാട്ട് ഇങ്ങനെ സാധനം ചെവി പൊട്ടിപ്പോയി കഴിയുമ്പോൾ നിർത്തിക്കോളും. ഡിസ്ക്ലൈമർ ഗൈസ്, ഈ പറയുന്ന ഒന്നും കേൾക്കരുത്. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെയാണ്. പിന്നെ എന്താ, സിനിമ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇതൊക്കെയാണ് എൻ്റെ മടിയൂടി ഇങ്ങനെ മടിഞ്ഞെല്ലായിടത്തും ഇരിക്കുക എന്നാണ് മെയിൻ ഹോബി. പിന്നെ കുക്ക് ചെയ്യുന്ന ഞാനല്ലേ, അതൊക്കെ ചെയ്യും. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെയാണ് വിചാരിക്കാണ്ടിരിക്കാനുള്ള, വിചാരിക്കാത്ത സമയത്തായിരിക്കും ഡാൻസ് ചേട്ടാ നമ്മളൊക്കെ പേടിച്ചു കൂടും. അതായത് ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ അസംബ്ലിയിൽ നിൽക്കുന്നതിനിടയ്ക്കൊക്കെ മറ്റേ ടും 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 ടാക്ക്, അപ്പോൾ ഒരു ബീറ്റൊക്കെ വെറുതെ മനസ്സിലേക്ക് വന്ന അസംബ്ലിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ചെയ്തിട്ടൊക്കെ ഇത് കണ്ണുരുട്ടി കാണിക്കും, ഇങ്ങനെ കാണിക്കും, നമ്മൾ അടങ്ങിക്കും, വേറെ നിവൃത്തിയില്ല. യുവർ വെയിറ്റ്. കുറേ പേരുടെ ഹൈറ്റും വെയിറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് എൻ്റെ ഹൈറ്റും വെയിറ്റ് പറഞ്ഞിട്ട്? എന്തിനായിരിക്കും അവർക്ക്? അപ്പോൾ എൻ്റെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് വരുന്നത് ഞാൻ ലാസ്റ്റ് നോക്കിയത് ഒരു 2-3 മാസം മുമ്പാണ്. 45.5 kgs ആണ് അപ്പം നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. ഹൈറ്റ് പറയണ്ട. അതെന്താ പറയണ്ട? അത് കുഴപ്പമില്ല. ഞാൻ വളരെ പൊക്കം കൂടിയ ഒരു 4'7" ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. സൂപ്പറല്ലേ? 4'7" ഉള്ളൂ. 4'8" ഇല്ലില്ല, 4'6" എങ്ങനെയോ നീന്തി വലിഞ്ഞ് ഞാൻ 4'7" എത്തി. 4'7" ഇപ്പോൾ ഓക്കെയാണ്. എനിക്കൊരു 5 എത്തിക്കണം എന്നാണ് ആഗ്രഹം. ടെമ്പററിയാം. എന്തായാലും അതാണ് ഹൈറ്റും വെയിറ്റും. പിന്നെ ഞാൻ അങ്ങനെ വലിയതായിട്ട് എൻ്റെ ബോഡിയിലെ ആസ്പെക്ട്സ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് വലിയ കൺസേൺ ഒന്നും ഇല്ല അതിനെ രണ്ടിനെയും പറ്റി. ദാറ്റ്സ് ഫൈൻ. അങ്ങനെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്, നേവി ബ്ലൂ, വൈറ്റ്. 3 എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളേഴ്സാണ്. അമ്മേ, ബിഗ് ബോസിനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ബിഗ് ബോസ് സീസൺ 7 വിളിച്ചാൽ പോകുമോ? വിടുവോ? വിടില്ല. അതെന്താ? തനി സ്വഭാവം എന്തിനാ നാട്ടുകാരെ അറിയിക്കണം? എന്റെ ചാനലിൽ കയറിയിരുന്ന് എന്റെ വീഡിയോയിൽ വന്ന് എന്റെ Q&A സെഷനിൽ ഇരുന്ന് എന്നെ പറ്റി തെറ്റ് പറഞ്ഞുണ്ടാക്കുന്നു. ഇപ്പൊ 4 പേരെങ്കിലും ഇതിലെ വീഡിയോയിലാണെങ്കിലും കമന്റ്സിലിടുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന്. ഇനി അതും കൂടി ഇല്ലാണ്ടാക്കണ്ടല്ലോ. അവളുടെ വീഡിയോ വരുമ്പോൾ ഞാൻ സ്കിപ്പ് അടിച്ചു വിടുവൊക്കെ. അതെ, എന്തായാലും ബിഗ് ബോസിലേക്ക് അടുത്തൊന്നും ഇല്ല കഴിച്ചു. പിന്നെ അത് 18 ആവട്ടെ, 18 ആയിട്ടല്ലേ വീട്ടിൽ കയറ്റുള്ളൂ. നമുക്ക് നോക്കാം. എങ്ങാനും ഞാൻ നന്നായി പോയി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു കല്യാണ പ്രായമൊക്കെ ആവുമ്പോൾ ബിഗ് ബോസിലേക്ക് വിടാല്ലേ.
അതെ പേൾ ചേച്ചിയെ പോലെ നമുക്ക് നൈസായിട്ട് ആളെയും കൊണ്ടിങ്ങോട്ട് പോയാൽ അല്ലേ? വേണ്ട വേണ്ട, അടുത്ത വായിക്കും. പൊസസീവ് മമ്മി. ഇനി എന്താണ്? ആരെയൊക്കെ കൊണ്ടുവരുമോ ദൈവത്തിനറിയാം. ഈ വീഡിയോ എന്നെ ആക്കാനായി മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും കമന്റ് വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞോളാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ തള്ളൊക്കെ ഞാൻ കട്ട് ചെയ്യും. ഓ ശരി. യുവർ ഫേവറേറ്റ് പ്ലേസ്? ഐ തിങ്ക് അതായത് നമ്മൾ ആരുടെ കൂടെ പോകണു അല്ലെങ്കിൽ എന്തിനു പോകണു അതൊക്കെയാണ് ഒരു സ്ഥലത്തിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അഫ്കോഴ്സ് ആ ഒരു സ്ഥലത്തിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവും. എൻ്റെ കൂടെ പോണു, അമ്മയുടെ കൂടെ പോയിട്ടുള്ള ഓരോ സ്ഥലത്ത് ഞാൻ പിന്നെ രണ്ടാമത് പോയിട്ടില്ല. മതിയായി, അതോടുകൂടി ധാരാളമായി. അവിടെ ഇരുന്നോട്ടെന്നൊക്കെ. പിന്നെ നമ്മൾ തിരിച്ചു പോവില്ല. ഞാൻ തിരിഞ്ഞു നോക്കുപോലും ഇല്ല സ്ഥലത്ത് പോലും. എവിടെ പോയാലും അതൊക്കെ അങ്ങനെയൊക്കെ അതിശയിപ്പിക്കും അമ്മമാരെ. ആക്കെ അടുത്ത് പറ. ഇത് കണ്ടിട്ട് ഒരു ക്ലൂ ഇല്ലാണ്ടിരിക്കണം. എന്ത് തേങ്ങി ഇവര് കാണിക്കുന്നതൊക്കെ. അടുത്തത് പറയാം, അടുത്ത് പറയും. എല്ലാവർക്കും അമ്മമാരുടെ കൂടെ ടൂറിന് പോകാനല്ലേ ഇഷ്ടം? അടുത്തത് ഇവിടെ നിന്ന് ഒരൊറ്റ ടൂറ് പോയാൽ മതി. നിങ്ങൾ വല്ല വെച്ച് കൊക്കയുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ചാടോടും. ഇത്രേ ഉള്ളൂ. ഒന്നും മനസ്സിലാക്കാനുള്ള അടുത്ത പറയും. ഓ ശരി, അത് മനസ്സിലാവുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഫേവറേറ്റ് പ്ലേസസ് ഞാൻ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകാൻ പ്രിഫർ ചെയ്യാറുമുണ്ട്. നടക്കാറില്ല, എന്നാലും പോകാൻ പ്രിഫർ ചെയ്യും. മണിരത്നം സിനിമ പോലെ. ആര്? മണിരത്നത്തിൻ്റെ എന്താ ഇവിടെ മണിരത്നത്തിന് വിളിച്ചത്? അതൊന്നുമില്ല, അടുത്തത് പറഞ്ഞു. എന്ത് മരുന്നല്ല മാറി കഴിച്ചപ്പോ? അടുത്തത് അടുത്തത് വെയിറ്റിംഗ് ഫോർ ദെയർ ക്വസ്റ്റ്യൻസ്. ഇത് മിക്കവാറും ഞാനിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി സൈക്കോളജി പഠിച്ച അമ്മയെ ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്. സോ സാഡ്. യുവർ ഫേവറേറ്റ് ഡ്രസ്? ഇത് എനിക്ക് എൻ്റെ കംഫർട്ട്, എൻ്റെ കാംനെസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും അതിനെയാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്താണോ അങ്ങനത്തെ ഡ്രസ്സില്ല ഞാൻ മാക്സിമം നടക്കുള്ളൂ. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഷോർട്ട്സും ടോപ്പൊക്കെ ആയിരിക്കും. പുറത്താണെങ്കിലും കഴിയുന്നതും ഒന്നല്ലെങ്കിൽ ഫ്രോക്സ് അല്ലെങ്കിൽ ജീൻസും ടോപ്പും, ബാഗി ആയിട്ടുള്ള ജീൻസും നല്ല ലൂസ് ഫിറ്റ് ടോപ്പും, ഞാൻ അങ്ങനെയൊക്കെ ആണ് പ്രിഫർ ചെയ്യാറ്. അല്ലാണ്ട് ഞാൻ നല്ല ക്ലംസിയാണ്. ഞാനങ്ങനെ വലിയ പരിസര ബോധമൊന്നും ഇല്ലല്ലോ നടക്കുക. അപ്പം എനിക്ക് തോന്നുന്ന പോലെ ചിലപ്പോൾ കാലും ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കും, ചിലപ്പോൾ അറിയാണ്ട് കുനിയും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കൊട്ട് കിട്ടും. അതെ, അമ്മൂമ്മയ്ക്കാണെങ്കിൽ എന്തേ ചെയ്യണേ നിയമിത, അങ്ങോട്ട് തിരിയണു, ഇങ്ങോട്ട് തിരിയണു, കുനിയണു, നിവരണു, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ പകുതിയുടെ കാൽഭാഗം ഇവിടെ കിട്ടിയിട്ടുള്ളൂ. എന്നാലും കുറച്ചൊക്കെ കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ കുട്ടികളെ കൺട്രോൾ ചെയ്യണം കേട്ടോ, മസ്റ്റാണ്. നമ്മളെ അടി ഔട്ട് ഇവിടെ. അപ്പോൾ നമുക്ക് കംഫർട്ട് എന്താണോ ഡ്രസ്സിലൊക്കെ കുറച്ചൊക്കെ കൺസേൺ ആയിരിക്കണം. ഇരിക്കുന്നിടത്തൊക്കെ കൺസേൺ ആയിരിക്കണം. പാകത്തിനൊന്നുമില്ല ശരിക്കും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ എനിത്തിങ് ദാറ്റ് ഇസ് കംഫർട്ടബിൾ ഇസ് മൈ ഫേവറേറ്റ് ഡ്രസ്. അത്രേ ഉള്ളൂ. വർക്ക് ഓഫ് ഡാഡ് ആൻഡ് മം. മമ്മിനെ കണ്ടില്ലേ വെറുതെ ഇരുന്ന് തള്ളുക, പിന്നെന്താ 5 മിനിറ്റ് ഫോൺ നോക്കുക, കിടന്നുറങ്ങുക, പിന്നെന്തൊക്കെയാ അത്യാവശ്യം ടൊമാറ്റോ റൈസ്, കേർഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുക, ഞാനായിട്ട് തല്ലുണ്ടാക്കുക, എന്തൊക്കെയാ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ തന്നെയുള്ളൂ. അമ്മ വർക്ക് ചെയ്യുന്നില്ല. അമ്മ ആക്ച്വലി എത്യോപ്യൻ എയർലൈൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ വളരെ ഗംഭീരമായിട്ടുള്ള അഭിനയം തുടങ്ങിയപ്പോഴത്തേക്കും 36 എല്ലാം നിർത്തി വീട്ടിലിരിക്കാൻ തുടങ്ങി. അല്ലേ? മിസ് ചെയ്യുന്നുണ്ടോ ജോലി? എപ്പോഴും ഭയങ്കര രസമല്ലേ. ഷീസ് എ വർക്കഹോളിക് പേഴ്സൺ കേട്ടോ, നല്ല വർക്കഹോളിക് ആണ് ആള്. വർക്ക് ഓഫ് ഡാഡ്. ഈ ചാനലൊക്കെ ആരെ കൊണ്ടുപോകണത്? സത്യം അമ്മ ഒരൊറ്റ ആളുടെ ഉറച്ച സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീടെങ്കിലും കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ശരിക്കും ചാനൽ ഭയങ്കര ഐഡിയലായിട്ട് സിറ്റ് ചെയ്യണം. ഒരു ഒട്ടും അനക്കുവരാത്ത ചാനലായി പോയാനെ. താങ്ക് യു മമ്മി. അമ്മയ്ക്കൊരു ഉമ്മ. ഓക്കെ, തന്നതാ, തിരിച്ചു കൊടുത്തതല്ല, ഞാൻ എൻ്റെ ഒരു മോൾ. ഓക്കെ. വർക്ക് ഓഫ് ഡാഡ് പറഞ്ഞു കൊടുക്കൂ. ഡാഡ് ഫാക്ടറി സെൻറ്റ് പൗലോസ് എന്ന് പറയുന്ന ഒരു, അതായത് ക്രെയിൻസിൻ്റെയൊക്കെ ഇൻസ്പെക്ഷനാണ്, സ്വന്തം ബിസിനസ്സാണ്. ക്രെയിൻസിൻ്റെ ഒക്കെ ടെസ്റ്റിംഗ്, വെരിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഇവിടെ കൊച്ചിയിൽ തന്നെയുള്ളൊരു ഓൺ ഫേമിൻ്റെ ആരാണ്?
സ്വന്തം ഫാമാണ്, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒരുപാട് പേര് ചോദിക്കാനുണ്ട്, അമ്മയെ എല്ലാ വീഡിയോയിലും കാണാം, അമ്മയും മോളും ആക്റ്റീവാണ്, അച്ഛൻ എവിടെ? അച്ഛൻ വരാറൊന്നും ഇല്ല. അച്ഛനെ കാണണമെങ്കിൽ അതെ, അച്ഛനെ കാണണമെങ്കിൽ ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത്. അപ്പം ഓണത്തിന് നിങ്ങൾക്ക് ഫുൾ ഓണമാണല്ലോ. ഓണം കഴിഞ്ഞു, സോറി, ഓണത്തിൻ്റെ എപ്പിസോഡ് സാരല്ല, ഞാൻ പറഞ്ഞുതരാം എന്തോ പറ്റിയിട്ടുണ്ട്, ഉറക്കം വരുന്നുണ്ട്. ഓണത്തിൻ്റെ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ അച്ഛനെ കാണാം. അതെ, ഞങ്ങളങ്ങനെ വിശേഷ ഘട്ടങ്ങളിൽ മാത്രമാണ് അച്ഛൻ വീഡിയോയുടെ മുമ്പിൽ വരാറ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. പാവോട്ടോ. ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? സമയം എത്ര? 9:40. ഇതുവരെ പുള്ളി ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. നല്ല ലേറ്റ്, ഓൾമോസ്റ്റ് 10 മണിയാവും വരുമ്പോഴത്തേക്കും. രാവിലെയും വളരെ നേരത്തെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസിലേക്ക് പാവ മനുഷ്യനെ കൂടെ പിടിച്ച് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ, പാപം കിട്ടുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛൻ ഞാൻ അധികം ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്, വേറൊന്നും കൊണ്ടും അല്ല. അപ്പോൾ എന്തായാലും ഓണം വ്ലോഗ് എടുത്തു പോകും. അധികം ടൂറൊക്കെ ആയിരിക്കും, എവിടെയെങ്കിലുമൊക്കെ വർക്കൊക്കെ ആയിട്ട്. ഇപ്പം കാസർഗോഡോ കൊച്ചിയിൽ തന്നെ കാണുന്നത് ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ നാട്ടിൽ പോവും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കാണാത്തത്. എന്തായാലും ഓണം വ്ലോഗ് ചെക്ക് ചെയ്താൽ എൻ്റെ ഡാഡുവിനെ കാണാം ഗൈസ്. വെർ ഇസ് യുവർ പ്ലേസ്? മൈ ഹോം ടൗൺ ഇസ് തൃശ്ശൂർ. ഞാൻ തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂർ ഇരിക്കലക്കുടിയിലാണ് സ്ഥലം. അഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടില്ല, ആലോചിക്കുക വേണ്ട. ഇപ്പോൾ എറണാകുളത്ത് കാക്കനാട് സ്റ്റേ ചെയ്യണു. ദാറ്റ് ഈസ് ലൈക്ക് മൈ കറണ്ട് അഡ്രസ് റൈറ്റ് നൗ. യൂട്യൂബ് ഇൻകം 10,000. യൂട്യൂബ് ഇൻകം ആൾക്കാർക്ക് അറിയണം അമ്മ. 10,000, 10,000, 1 lakh, 1 CR, 50 lakhs. മക്കളെ പണിയെടുത്താൽ മാത്രമേ യൂട്യൂബിൽ ഇൻകം കിട്ടുള്ളൂ. പണിയെടുക്കാണ്ടിരുന്ന ഒന്നും കിട്ടില്ല. നന്നായി, അതായത് ഒരു ഓഫീസ് ജോലിയെക്കാളും എഫേർട്ട് എടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രം ഏർണിംഗ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ബീങ് എ യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ളത്. സുഖമൊന്നുമില്ല. അതായത് യൂട്യൂബ് ഇൻകം നമ്മൾ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. നമ്മൾ വണ്ണം അടിച്ച് കഴിയുമ്പോഴത്തേക്കും വി വിൽ റിവീൽ നമ്മുടെ യൂട്യൂബ് ഇൻകം എത്രയാണ്. ഓക്കെ അപ്പം വണ്ണം എത്ര പെട്ടെന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടും കേട്ടോ. ചുമ്മാ പറ്റിക്കും കേട്ടോ, വെറുതെ വേണ്ട. ഇല്ലല്ല, ഞാൻ പറയാം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 1 million ഫാമിലി ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് മീറ്റ് പ്ലാൻ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന പ്ലാൻ ചെയ്യാം അല്ലേ. യെസ്. ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ വണ്ണം ഗൈസ്. ഇനി എന്താണ് മേക്കപ്പ് പ്രൊഡക്ട്സ്. എനിക്ക് മേക്കപ്പിൽ വലിയ വിജ്ഞാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള തട്ടിക്കൂട്ട് പൗഡറുകളും പിന്നെ എന്താണ് എനിക്ക് ഐലൈനർ ഭയങ്കര മസ്റ്റാണ്. ഞാൻ കണ്ണ് നല്ല വിടർത്തി എഴുതും. എനിക്ക് ഐലൈനർ എൻ്റെ ഭയങ്കര മേക്കപ്പിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ഐലൈനർ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനർ ഏതെങ്കിലും എടുക്കും. പിന്നെ എന്താ കാജൽ യൂസ് ചെയ്യും. പിന്നെ ബാക്കി ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് മുഖത്ത് വരുന്ന പകുതി ലിപ്സ്റ്റിക്കാണ്. ഈ ഐഷാഡോ ലിപ്സ്റ്റിക്കാണ്, ബ്ലഷ് ലിപ്സ്റ്റിക്കാണ്, ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അതിനായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട് പ്രൊഡക്ട്സ് മണിയില്ല. മണി ഈസ് ലൈക്ക് ഫൈൻ. മേക്കപ്പ് യൂസ് ചെയ്യാനായിട്ട് മണി വേണം. പക്ഷെ എനിക്ക് അതിനായിട്ട് അത്രയും എഫേർട്ട് എടുക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു ചെറിയ ഡിസ്ക്ലെയിമർ കൂടെ തരാം. ഇതേ ഇത് നിർത്തി വെച്ചിട്ട് ആരും ട്രോൾ ചെയ്ത് എന്നെ കൊല്ലാൻ നിൽക്കരുത്. കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും റിയൽ ലൈഫിൽ എപ്പോഴും സംസാരിക്കാറുള്ളത്. അല്ലാണ്ട് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തോന്നുമല്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ. നമ്മൾ ചങ്കാണ്. അങ്ങനെയൊക്കെ പോയെങ്കിലാണ് നമുക്ക് ഇപ്പോഴത്തെ ടീനേജേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. തത്വം ശിവദിനം. കുറച്ച് തത്വങ്ങളും അമ്മമാർ പറയണം, എങ്കിലേ കുട്ടികൾ നന്നാവും. പിള്ളേരൊക്കെ ഇറങ്ങി ഓടും. അമ്മ അടങ്ങിയിരിക്കും പ്ലീസ്. കുട്ടികൾ നന്നാവണ്ടേ. മതി ഇത്രയും മതി. ഇത്രയും മതി. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. തള്ളുകൾ ഞാൻ കട്ട് ചെയ്യും. ഓക്കെ റെഡി. അമ്മ എന്റെ തല്ല് കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ആ വീഡിയോ റീവാച്ച് ചെയ്തിട്ട് അമ്മയുടെ തല്ല് കട്ട് ചെയ്യും. ബാക്കി അവസാനം വീഡിയോ ഉണ്ടാവില്ല. അതായിരിക്കും അവസ്ഥ മിക്കവാറും. ഓക്കെ. ശരിയല്ലേ, തള്ളുകൾ കട്ട് ചെയ്ത് വരുമ്പോൾ വീഡിയോ ഉണ്ടാവില്ല. ഓക്കെ. കൂടുതൽ തല്ല് ഞാൻ തള്ളിയാൽ പുറത്തു കേട്ടോ. അടങ്ങിയിരിക്കും. ഞാൻ മിണ്ടത്. ഓക്കെ റെഡി. In which school? I am studying in Bhavans Adarsh Vidyalaya, Kakinad. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. റിസൾട്ട്സ് ഒക്കെ ഗംഭീരമാണ്. നമുക്ക് ആ ടോപ്പിക് അവിടെ വെച്ച് നിർത്താം. ഇത്രയും മതി. ഇപ്രാവശ്യം മാർക്കുകളൊക്കെ നല്ല കുറവാണ്. അതെ, നല്ല ഇത്തിരി കുറഞ്ഞ മാർക്കുകളല്ല. പിന്നെന്താണ്, പോരട്ടെ. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം എന്തും കഴിക്കുന്ന കൂട്ടത്തിലാണ്. എന്നിരുന്നാലും എനിക്ക് അമ്മൂമ്മ ഉണ്ടാക്കണ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. അമ്മൂമ്മയുടെ കപ്പയും തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയും പിന്നെ നെയ്ദോശയും നല്ല സാമ്പാറും ചമ്മന്തിയും ചട്നിയും വീട്ടിലുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയും അതൊക്കെ വേറെ ലെവലാണ്. പിന്നെ എനിക്ക് അമ്മൂമ്മ ഉണ്ടാക്കുന്ന അത്ര ഇഷ്ടം.
ഞാനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അമ്മൂമ്മ അമ്മ ഉണ്ടാക്കുന്നതിൽ അമ്മൂമ്മയെ വെല്ലാനായിട്ട് ഈ ലോകത്ത് സത്യം പറയാലോ, ഞാൻ ഉണ്ടാക്കണേലും നന്നായിട്ട് അവൾ ഉണ്ടാക്കും. ഇപ്പൊ എന്നെ കുക്കിങ്ങിന് പേടിച്ച് ഭയന്ന് ഇപ്പൊ തന്നെത്താൻ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യണം തോന്നുമ്പോഴത്തേക്ക് ഞാൻ വേഗം കിച്ചണിൽ കയറിയിട്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കും. ഹാപ്പിയാണ്. പാളാറുണ്ട് കേട്ടോ, നന്നായിട്ട് പാളാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ട്. അതുകൊണ്ട് മൈ ഫേവറേറ്റ് ഫുഡ്, എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര കാര്യമാണ്. അത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്സ്. ഫേവറേറ്റ് ഫ്രണ്ട് ആരാമത്? ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ മറ്റേ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയാണ് ഈ നിൽക്കണ. ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം വേണ്ട അടുത്ത് നല്ല അടിയും കൊടുക്കും. അത്രയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അടിയ മീൻസ് അങ്ങനെ അടിയൊന്നും എടുത്തിട്ടല്ല, മീൻസ് മറ്റേ വീഡിയോ ഓർക്കുന്നുണ്ടോ റൂമിലെത്തിയത്? എന്നാലും ഞാൻ ചൂരിലൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അത്യാവശ്യം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. കൊല്ലണ്ടാവും, പേടിപ്പിച്ചാൽ മതി. അങ്ങനെ അപ്പം അമ്മ എൻ്റെ ശരിക്കും എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് അമ്മ. കാരണം കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇല്ല സാരില്ല. അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യൂടെ, എല്ലാ വാട്ട് എവർ ഇറ്റ് മേ ബി. എന്ത് സ്കൂളിലത്തെ കാര്യം, ഷൂട്ടിലത്തെ കാര്യം, ഈ ഒരു എനിക്കൊരു ക്രഷ് ഉണ്ടായപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പറയും, അമ്മ ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് ഞാൻ പറയും. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് പറയും. അതെ, അമ്മ ഞാൻ ആദ്യത്തെ 5 ദിവസം ഞാൻ ആളെ പറ്റി പറഞ്ഞേക്കുമ്പോഴത്തേക്ക് അമ്മേൻ്റെ അടുത്ത് പറയും, ഇന്ന ആളാണല്ലേ, ശരി. ഞങ്ങൾ ഒരു ടെലപ്പത്തി കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയാറുണ്ട് അതൊക്കെ 10 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ 10 ദിവസം കഴിയുമ്പോൾ നിൽക്കുകയും ചെയ്യും. ഞങ്ങൾ പ്രോത്സാഹനവും നിരുത്സാഹനവും ഒക്കെ ഒറ്റടിക്ക് തരും. ഓൾ ഇൻ വൺ ഗോ ആണല്ലേ നമ്മളെത്ര കണ്ടേക്കും. അതെ അതെ, ഇത്ര 70s സിൽക്ക് അമ്മേ സുസ്മിത സെൻ ഉദ്ദേശിച്ച സിൽക്ക് സ്മിത. സിൽക്ക് സ്മിത അപമാനം കൊണ്ട് മാറി കരയണുണ്ടോ ഗൈസ്? സിൽക്ക് സ്മിതയിലാണ് ഉദ്ദേശിച്ചത്, ഞാൻ സുസ്മിത സെന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അടുത്ത് ഭയങ്കര ഭയങ്കര ആക്റ്റീവൊക്കെയാണ്. ഇനി എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ ആര് പറയും? എനിക്ക് ഒരു 4-5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവരാണ് എൻ്റെ എല്ലാം. അവരുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഐശ്വര്യ, പിന്നെ നന്ദു, സോന, ശംഭു, അബി, ഇവരാണ് എൻ്റെ ഏജിലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരുള്ളത്, ചേച്ചി ഉണ്ട്, കിച്ചൻ ഉണ്ട്, മാധവ്, അങ്ങനെ കുറേ പേര്. നമ്മുടെ ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള കുറേ പേര്, അങ്ങനെ കുറേ പേര്, ചേട്ടന്മാർ ചേച്ചിമാർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. എൻ്റെ ഏജിലുള്ളവർ ഈ 5 പേരാണ്. എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ അടുത്തത് ഫേവററ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്. ഫേവററ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് ആരാണ്? മലയാളത്തിൽ മമ്മൂക്ക മുത്താണ്. ലാലേട്ടൻ ഒട്ടും മോശമല്ല, എന്നിരുന്നാലും മമ്മൂക്കയോട് എനിക്ക് ചെറിയൊരു ചൈവുണ്ട് ഗൈസ്. ഐ എം സോ സോറി. മമ്മൂക്ക ഇറ്റ്സ് ലൈക്ക് ഞാൻ ചെറുതിലേ മുതൽ ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ അതിശയിച്ച് ഇരുന്ന് ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ മമ്മൂക്കയുടെ മൂവീസാണ്. ആക്ടർ എനിക്ക് തോന്നുന്നു മമ്മൂക്കയാണ്. ആക്ട്രസ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ആക്ട്രസ് മഞ്ചേച്ചിയാണ്. മഞ്ചേച്ചി ഈസ് ലൈക്ക് വേറെ ലെവൽ. എനിക്ക് അഭിനയത്തിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും. മലയാളം മൂവി എന്ന് പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ എനിക്ക് ഇവരുണ്ടല്ലോണ് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരത്തിയുടെ കുറേ ലൈഫ് വാല്യൂസ് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ കീപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം മേ ബി മമ്മൂക്കയും മഞ്ചേച്ചിയാണ്. എനിക്ക് ആക്ച്വലി എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇവർ രണ്ടാളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇത്തിരി ഒരു കൂടുതൽ ഇഷ്ടത്തോടെ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാമ്മ? അമ്മ അറിയൂ? അതെ, എന്താ ഉദ്ദേശം? 10-17 വയസ്സായിട്ടുള്ളൂ, 21 മണി കെട്ടിച്ചിടാൻ പറ്റില്ല കേട്ടോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇസ് ഹിസ്റ്ററി. എനിക്ക് ഹിസ്റ്ററി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. തലയ്ക്ക് പിടിച്ച പോലെയാണ് ഹിസ്റ്ററി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ മോട്ടിവേഷൻ ആരാണ്?
ധീര 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 അതല്ലല്ലോ പാട്ട്. അയ്യോ പാട്ടതല്ല, പാട്ട് മാറി. ആരാരോ പാടുതമ്മ, അതാണ് പാട്ട് ഞാൻ ഉദ്ദേശിച്ചോട്ടോ. പാട്ട് മാറിപ്പോയ, ബീജം മാറിപ്പോയ, സോറി. അങ്ങനെയല്ല, പല സ്ഥലങ്ങളിൽ പലരായി. എനിക്ക് ഉറച്ച സംശയമുണ്ട് പുള്ളിക്കാരത്തെ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് ക്വസ്റ്റ്യൻ മനപ്പൂർവ്വം ഇട്ടതാണ്. ആ അതെ അതെ അതെ. അക്കൗണ്ട് വെച്ച് നോക്കട്ടെ. പ്രിയ ഷൈജു. ഇല്ലില്ല, ആ പേരിട്ടിട്ട് നല്ല വിവരമുള്ള ആളുടെ പേര് പോലെ തോന്നുന്നുണ്ട്. അമ്മയല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ മോട്ടിവേഷൻ എനിക്ക് എപ്പോഴും അമ്മയാണ്. കാരണം അമ്മ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ ബെഞ്ച് മാർക്സ് ഉണ്ട്, അതിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഓരോ ദിവസത്തെ ലക്ഷ്യം. സീരിയസ്ലി എനിക്ക് ഷീസ് ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ ഫോർ മീ. എൻ്റെ ലോയർ, എൻ്റെ ജഡ്ജി, എൻ്റെ അഡ്വൈസർ എല്ലാം അമ്മയാണ്. പപ്പ എന്ന് വെച്ചാൽ എപ്പോഴും കുറച്ചും കൂടെ ഒരു നല്ല ഭയങ്കര മെച്ചുവേർഡായിട്ട് അങ്ങനെ ഭയങ്കര സീരിയസ്നെസ്സിൽ നിന്ന് കാര്യത്തിൽ ഇൻവോൾവ് ആകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ രണ്ടാളും അരപ്പേര് ലൂസായിട്ടുള്ള പോലെ പോക്ക്. അയ്യോ ഇല്ലാട്ടോ, ഒരിക്കലും ഇല്ല, നമ്മൾ ലൂസ് ആവൂല. മേ ബി ഒരു അരപ്പേര് കൂടുതലായിട്ടുള്ള പോലെയാണ് പോക്ക്. പക്ഷെ എന്നാലും എൻ്റെ ആ ഒരു ഞങ്ങൾ ഒരേ വൈബ് ഷെയർ ചെയ്ത് അത്രയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന അമ്മയാണ്. പിന്നെന്താ, മേ ബി എൻ്റെ ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഷീ ഈസ് ഓൾസോ ഗ്രേറ്റ് മോട്ടിവേഷൻ ഫോർ മീ. കാരണം ഐശ്വര്യ ചില വാല്യൂസൊക്കെ എന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാറുണ്ട്. ഓ നല്ലൊരു ഐശ്വര്യ കണ്ടിട്ടുണ്ട്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലൊക്കെ ഉണ്ട് ഐശ്വര്യയാണുള്ളത്. ഉപ്പും മുളകും എന്ന സീരിയലിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ അത് നമ്മൾ പറഞ്ഞു. സന്തോഷം മാമൻ. ഓക്കെ, ക്രൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃബു കണ്ണുമാമനാണ് എനിക്ക് ഏറ്റവും കംഫർട്ടുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ. കാരണം ഞാൻ അവരുടെ ഒപ്പമാണ് 24 മണിക്കൂറും. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എനിക്ക് അത്ര കാര്യമാണ് അവർ രണ്ടാളെയും. സന്തോഷം തോന്നിയ നിമിഷവും ഏറ്റവും സങ്കടം തോന്നിയ നിമിഷവും ഏതാണ്? ഈ അടുത്ത് ഏറ്റവും സന്തോഷം തോന്നിയത് എപ്പോഴാണ്? ഏറ്റവും സന്തോഷം ഏറ്റവും ദുഃഖം തോന്നിയത് ഞാൻ കഴിഞ്ഞ ദിവസമാണ്. അത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഐ ആം സോ സോറി. ഓക്കെ, ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് സഹോദരിയുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റും. അതുണ്ട്. അത് ആക്ച്വലി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം. എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ലൈഫിൽ കേട്ട മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണ്. അപ്പം വിഷമം വന്ന കാര്യം എന്താണ്, എന്തോ പക്ഷെ ഓണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഇത്തിരി സാഡായിരുന്നു ഞാൻ. കാരണം 2 സൈഡിൽ നിന്ന് ഓണം ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ പോയിട്ട് എനിക്ക് എല്ലാവരും ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് പേരെ മീറ്റ് ചെയ്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്ര വെൽ പ്ലാൻഡായിട്ടൊന്നും ഓണം പോയില്ല. അടിച്ചു പൊളിച്ചു. എന്നിരുന്നാലും ചില ആൾക്കാരെ കാണാൻ പറ്റുണ്ടാവും, നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പഠിച്ച് ആരാവാനാണ് ആഗ്രഹം? നല്ലൊരു മനുഷ്യത്വമുള്ള വ്യക്തിയാവാനാണ് താല്പര്യം. ഇത് കഴിഞ്ഞ് മനുഷ്യത്വക്കേട് കാണിച്ചാൽ പിന്നെ ആൾക്കാരെ ചീത്ത വിളിക്കരുത്. അതെ. ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ക്രഷ് തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികം, തോന്നണമല്ലോ. ഈ ആഴ്ചക്ക് ക്രഷുകളൊക്കെ വരും. ഇപ്പോഴത്തെ പ്രായത്തിലെ ക്രഷ് തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തോന്നുന്നത്? കുഞ്ഞു ക്രഷുകളാണ്, അല്ലാണ്ട് സീരിയസ് ആയിട്ടുള്ള വലിയ ഹിമാലയൻ ക്രഷുകളൊന്നും അങ്ങനെ അധികം ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ കയറ്റില്ലെന്ന് അറിയാം, അതുകൊണ്ട്. അതെ, വീട്ടിൽ കയറ്റായി ഒന്നുമില്ല, അതിനുള്ള പ്രായമല്ല ഇപ്പം. സീരിയസ്ലി പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആരുടെങ്കിലും കള്ളം പറഞ്ഞൊരു സംഭവം സ്ഥിരം ധൈര്യണോ? അതെന്താ അറിയോ, കള്ളമൊക്കെ ആദ്യം ഭയങ്കര കാര്യമായിട്ട് തട്ടിവിടും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കള്ളത്തിൽ ഞാൻ മറന്നു പോവും. എന്തെങ്കിലും അമ്മ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആക്ച്വലി അമ്മയും മറക്കും, ഞാനും മറക്കും. അവസാനം ഞങ്ങളൊരു ബന്ധുത രീതിയിൽ, അതായത് ഞാൻ സത്യം പറഞ്ഞു പോകും അവസാനം. പിന്നെ ഞങ്ങളത് എങ്ങനെയെങ്കിലൊക്കെ ഇത് പാച്ചപ്പ് ചെയ്തെടുക്കും അല്ലേ. കള്ളൊക്കെ പറയാത്ത കുട്ടികളുണ്ടോ? പിന്നെ നല്ലതായിട്ട് തള്ളാറുണ്ട്, നന്നായിട്ട് കള്ളം പറയാറുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ അടുത്ത് മാത്രം, അല്ലാണ്ട് വേറെ ആരുടെ അടുത്തൊന്നുമില്ല. ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് റൈറ്റ് നൗ നമ്മുടെ ARM സിനിമയിലെ കിളിയെ എന്നുള്ള പാട്ട് ഭയങ്കര അഡിക്റ്റീവാണ് എനിക്ക്. പിന്നെ മറ്റേ അങ്ങ് കൊണ്ടില്ല, ഇത് രണ്ടും എൻ്റെ പ്ലേലിസ്റ്റ് റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പാട്ട് കേട്ടാലും ഞാൻ ഭയങ്കര കാമാവും. പിന്നെ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് രംഗപുര വിഹാരയാണ്. പണ്ടത്തെ പാട്ട് എനിക്ക് താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ നിന്റെ നൂപുരമർമരം, ആ പാട്ട് അങ്ങനെയല്ലോ പാട്. അതെ, വേണ്ട, എന്തിനാ വെറുതെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പോയി. എനിക്ക് 1 million അടിക്കാനുള്ളതാ. എനിക്ക് പണ്ടത്തെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് എനിക്ക് അത്രയും ഇഷ്ടത്തിൽ തോന്നിയത് രംഗപുര വിഹാര. എൻ്റെ രാവിലെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ രംഗപുര വിഹാര ഹെഡ്ഫോൺസ് വെച്ച് ഞാൻ കേൾക്കും. പെട്ടെന്ന് ഓണാവും രാവിലെ ഫുൾ. പിന്നെ നല്ല എനർജിയാണ് രംഗപുര വിഹാര. പെട്ടെന്ന് ഓണാവുന്ന 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാത്രം.
അരമണിക്കൂറൊക്കെ ഒരു വളരെ പെട്ടെന്നുള്ള ഡ്യൂറേഷനാണ്. 2-3 മണിക്കൂറത്തെ ഞാൻ ഓൺ ആവാറ്. അത് നമുക്ക് അരമണിക്കൂറിൽ കിട്ടുമ്പോൾ ദാറ്റ് ഇസ് ഫസ്റ്റ്. രംഗപുരി വിഹാരമുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നിൻ കൂട്ടിലെത്തൂല, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങ് വാനക്കോണിലും അതുപോലെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഈ കുറച്ച് സോങ്സാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ്. ഏറ്റവും വലിയ ശത്രു ആരാണ്? അതെന്തറിയോ, എല്ലാ പിള്ളേർക്കും അച്ഛനമ്മമാരായിരിക്കും എപ്പോഴും ഒരു പരിധി വരെ ശത്രുക്കൾ കേട്ടോ. ഇവിടെ അതൊക്കെ തന്നെയാണ്. അതായത് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ മക്കളായിട്ട് വരികയെന്ന്. അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര അർത്ഥവത്തായി പോയി. അത്രേ ഉള്ളൂ അമ്മേ, കണ്ട, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉറപ്പിച്ചു വയസ്സ് ഞങ്ങൾ മുൻജന്മ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇക്കൊല്ലം ദൈവം പറഞ്ഞു നീ അനുഭവിക്കടി, ഇന്നാ പിടിച്ചത്, ഇതാണ് നിന്റെ കൊച്ചി കൊണ്ടൊക്കെ. ആർ യു ഹാപ്പി അബൌട്ട് യുവർ കുട്ടി? ആർ യു ഹാപ്പി അബൌട്ട് യുവർ കുട്ടി? ഹാപ്പി ആവണല്ലോ നമ്മള്. നീ വൃത്തികേടുണ്ടെന്നൊക്കെ. അല്ലല്ല, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ആക്ച്വലി ഞാൻ ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം എനിക്കത് എപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തതിലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് കൃഷ്ണവേണി YV8FL, അങ്ങനെ എന്തോ ആണ് അക്കൗണ്ടിൻ്റെ പേര്, കൃഷ്ണവേണി. സോ ഇൻ യുവർ ലൈഫ് മറ്റുള്ളവർ അത് മോട്ടിവേഷൻ ഓർ ഇൻസ്പിറേഷൻ ആക്കും എന്ന് തോന്നിയൊരു സംഭവം. കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തതല്ലാണ്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് ചെയ്തതിൽ നിന്ന് ഇത് ഞാൻ ഇതുപോലെ അവർ ചെയ്തൊരു ആക്ഷൻ കാരണം ഞാൻ മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെയിൻ ഐറ്റം ഫോക്ക് ഡാൻസ് ആയിരുന്നു 1-ലും 2-ലൊക്കെ. ബാക്കി റെസിറ്റേഷൻ എലക്യൂഷനൊക്കെ ഉണ്ടെങ്കിലും ഡാൻസ് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. ഫോക്കായിരുന്നു മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം 2ാം ക്ലാസ്സിൽ ഞാൻ 2ാം ക്ലാസ് വരെ ഞാൻ ഫോക്ക് കളിച്ചുള്ളൂ. കാരണം 3-ൽ വെച്ചിട്ട് ഉപ്പുമുളകും തുടങ്ങിയ ശേഷം എനിക്ക് ഒട്ടും ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നാട്ടിൽ പോയി പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഷൂട്ടിന് ലീവ് കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ റീസൺസ് ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ എനിക്ക് കളിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ കൊല്ലവും എടുത്ത് പറയും അമ്മ സഹോദരിക്ക് പോകണം, ഫോക്ക് കളിക്കണം, ഞാൻ ഫോക്കിന് പേര് കൊടുക്കട്ടെ. എടുത്ത് പറയും കണ്ണാ പോയി വരൽ നടക്കില്ലടാ, എന്നും ഭയങ്കര ക്ഷീണിച്ചു പോകും. കാരണം എറണാകുളത്ത് തൃശ്ശൂർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയല്ലേ ഞാനപ്പോൾ. അപ്പം ഒരു 9 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം അതെൻ്റെ ഹെൽത്തിനും നല്ല സീനായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയൊക്കെ ഡാൻസിനെ ഇങ്ങനെ തള്ളി നീക്കി. പിന്നെ കൊറോണ വന്നു, ഓരോരോ പ്രശ്നങ്ങൾ വന്നു. അപ്പം അങ്ങനെ ഡാൻസിനെ തള്ളി നീക്കി ഞാനൊരു പോയിന്റ് ഉറപ്പിച്ചു, ഓക്കെ ഇനി എന്തായാലും സ്കൂൾ ലൈഫിൽ എനിക്കൊരു സഹോദരിക്ക് ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇറ്റ്സ് ഓവർ എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ഞാൻ 10th മോണോ ആക്ട് ചെയ്തു. 11th ഞാൻ ആദർശയിലേക്ക് വന്നപ്പോഴത്തേക്കും റാൻഡമായിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു. അതെ നമ്മുടെ സഹോദരിയുടെ ഫോക്കിന് ശിവാനിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയറാമല്ലോ, ഞാൻ ഒന്ന് വീട്ടിൽ ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ചു അമ്മ സഹോദരിക്ക് എന്നെ ചോദിച്ചിട്ട് ഞാൻ പൊക്കോട്ടെ. അമ്മ പറഞ്ഞു ആ പൊക്കോ. ഞാൻ പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ കാരണം കഴിഞ്ഞ ഒരു 8-7 കൊല്ലം കൊണ്ട് നോ പറഞ്ഞിരുന്ന ആള് പെട്ടെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു ആ ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി, ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി, എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ എന്നിട്ട് സഹോദരിക്ക് പോയി, ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങി, മോണോ ആക്ടിനും പോയി, പിന്നെ സ്റ്റേറ്റ് പോയി, ഫോക്ക് A ഗ്രേഡ് കിട്ടി, മോണോ ആക്ട് 3rd കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നടക്കില്ല എന്ന് നമ്മൾ അത്രയും ഉറപ്പിച്ച ഒരു കാര്യത്തിനെ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കുള്ളൊരു ഒരു പവർ ഉണ്ടല്ലോ, നമുക്കൊരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. അത് എനിക്ക് ലൈഫിൽ ഒരുപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം യു ഷുഡ് ചാലഞ്ച് യുവർ സെൽഫ്. കാരണം ആ ടൈമിൽ ഇതിപ്പോൾ ഞാൻ ഫോക്ക് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് ടച്ചാണ്. എൻ്റെ ശരീരം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വഴങ്ങുന്നില്ല, എക്സ്പ്രഷൻസ് കറക്റ്റ് ആവുന്നില്ല, ടൈമിങ് പോണു, നടുക്ക് എക്സാംസ് ഉണ്ട്. ഒരു കഴിഞ്ഞ 8 വർഷം ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യം 11th എത്തിയിട്ട് ഇത്രയും സ്ട്രഗിൾസിന് മടക്കിക്കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. സോ എന്തെങ്കിലും ഒരു കാര്യം ഇഫ് ദേഴ്സ് സംതിങ് വെയിറ്റിംഗ് ഫോർ യു, അത് ഓട്ടോ പിടിച്ചാണെങ്കിലും വന്നോളും, പേടിക്കണ്ട, അത് ഇറ്റ് വിൽ കം ടു യു. എന്തായാലും ഞാൻ ഇത്രയും മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു എൻ്റെ ഫോക്ക് ഡാൻസ്. ദാറ്റ് ഹാപ്പൻഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ഇഫ് യു ആർ ഗോയിങ് ത്രൂ സംതിങ്, ഒരു ബാഡ് ഫേസിൽ കൂടെ പോവുകയാണെങ്കിൽ ഡോണ്ട് വെറി, ലൈറ്റ് വിൽ ഷൈൻ സൂൺ. എപ്പോഴും അതങ്ങനെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബിലീഫിൽ, നമ്മുടെ ഡ്രീമിലേക്ക് ശരിക്കും ഒന്ന് ഹോൾഡ് ഓൺ ചെയ്താൽ മതി. ഡ്രീം തനിയെ നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എനിക്ക് ഉള്ള എക്സ്പീരിയൻസിന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അല്ലേ അമ്മ?
അല്ല നമുക്ക് ഇഫ് ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ ശരിക്കും ആ ഒരു നമ്മുടെ ഡ്രീമായിട്ട് അത്രയും കണക്റ്റഡ് ആണെങ്കിൽ ആ ഡ്രീം നമ്മുടെ അടുത്തേക്ക് തനിയെ വരും. നമ്മുടെ ഹാർഡ് വർക്ക് കൂടെ ഉണ്ടെങ്കിൽ വി വിൽ ഷുവർലി അച്ചീവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ്, എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒത്തിരി മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് മേ ബി അത് കഴിഞ്ഞിട്ടായിരിക്കും. വേറെ ഒന്നും കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആവാൻ പോകുന്നില്ല, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ വേറെ എന്ത് കേട്ടിട്ട് ആരും മോട്ടിവേറ്റഡ് ആവാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചോ. ഏതാണ്? നൈസ്. ഷമീർ ഉമർ 6145 കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സ്ഥിരം കാണാത്ത ഒരു പെങ്ങളുടെ മകളുടെ വളർച്ച പോലെ നിന്നെ കണ്ടതാവും മലയാളികളിൽ അധികവും. ഇപ്പോൾ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ആളുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് പറയാമോ? ഉപദേശങ്ങളും അഭിപ്രായങ്ങളും എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് രീതിക്കുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് കമൻറ്റ്സ് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചത്, അതായത് ഇപ്പോൾ വഴി കൂടെ പോകുന്ന ഒരാളെ കയറിയിട്ട് ഞാൻ ഉപദേശിക്കില്ലല്ലോ, എനിക്ക് ഉപദേശിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ആ ആളത്ര പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ആള് ജീവിതത്തിൽ സക്സീഡ് ആവണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, അയാൾ നല്ലൊരു രീതിയിലേക്ക് എത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അയാളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാനോ എന്തിനും ഞാൻ പോവുള്ളൂ. സോ ഇഫ് എ പേഴ്സൺസ് അഡ്വൈസിങ് മീ, ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ദേ ലവ് മീ ദാറ്റ് മച്ച്. എന്നെ അത്രയും കാര്യമായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ ഒരുപാട് ദൂരങ്ങളിൽ എത്തണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും എന്നെ ഉപദേശിക്കുന്നത്. അപ്പം നല്ല കമൻറ്റ്സ് വരുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ നല്ല ഹാപ്പി ആവാറുണ്ട്. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ആ കമൻസിൻ്റെ സാരത്തിന് ഉൾക്കൊണ്ട് അതിന് വേണ്ട അർത്ഥങ്ങളൊക്കെ കൊടുത്ത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. അപ്പം ഇഫ് ഇറ്റ്സ് എ ഗുഡ് കമൻറ്റ് ഇറ്റ് റിയലി മേക്സ് മീ ഹാപ്പി. എൻ്റെ ഹോൾ ഡേ ഭയങ്കര ഫ്രഷ് ആക്കി മാറ്റുന്നത്. നെഗറ്റീവ് കമൻറ്റ്സ് ആണെങ്കിലും രസമാണ്, ഞാൻ വായിക്കാറൊക്കെ ഉണ്ട്. ഞാൻ ഒട്ടുമിക്ക കമൻറ്റ്സ് ഒക്കെ വായിച്ചു പോകാറുണ്ട്. അവർ പറയുന്ന കാര്യം റീസണബിൾ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ ഞാൻ മാറ്റാൻ ശ്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയട്ടോ അല്ലേ. കമൻസിനൊക്കെ നമ്മൾ ഭയങ്കര അതിനെ കാര്യമൊക്കെ വെക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. തമാശയായിട്ട് എടുക്കും. അപ്പോൾ ദിസ് ഇസ് വെരി നൈസ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ തരത്തിലുള്ള കമൻസും കിട്ടി വരുന്നുണ്ട്. അല്ല, തമാശ മീൻസ് കമൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ വ്യക്തിത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും എന്താ പറയുക സംസ്കാരത്തിനനുസരിച്ചിട്ടുണ്ടാവുന്നതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വേറൊന്നുമില്ല. അപ്പം ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ എനിക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് തരുന്ന ആൾക്കാർക്ക് ഞാൻ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഐ ഗെസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് മോട്ടിവേറ്റ്സ് മീ. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ, ക്രഷ് ഇല്ലെങ്കിൽ താല്പര്യമുണ്ടോ? ഞാൻ വീട്ടിൽ കയറ്റില്ല, അതുകൊണ്ടാണ് ഇട്ടേക്ക്. അതെ, അപ്പം ക്രഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് എവിടെ പോയാലും ആരോട് വേണമെങ്കിലും ക്രഷ് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അപ്പം ഇന്നൊരാൾ തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. ഞാൻ ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന, പെട്ടെന്ന് കംഫർട്ടബിൾ ആവുന്ന, ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേരത് ക്രഷുകൾ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ പ്രോപ്പർ ക്രഷ് ഒന്നും അല്ല, പക്ഷെ എന്താ വെച്ചാൽ ഇയാൾ കൊള്ളാം. മീനിങ് അറിയോ? ടു ബി ഓണസ്റ്റ്, എന്താണ് ക്രഷ്? ഓരോരുത്തരുടെ ബിഹേവിയറാണ് നമുക്ക് ക്രഷ് ഉണ്ടാക്കണം. അതായത് ഒരു സൗന്ദര്യമോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഐ ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ദെയർ ലുക്സ്. എനിക്കെന്ന് വെച്ചാൽ ക്രഷ് ഒരു വ്യക്തിയെടുത്ത് തോന്നുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്കില്ലേ, എനിക്ക് അതൊക്കെ ക്രഷായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ദിസ് ഈസ് മൈ ആൻസർ. യെസ്, ക്രഷ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. കാരണം മൈ ലൈഫ് ഇസ് ഗോയിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേഴ്സണോട് മാത്രം തോന്നുന്ന സാധനമൊന്നുമല്ല. അതെ, ബുക്കിനോടാകാം, എന്തിനോട് വേണമെങ്കിലും ആകാം. മേ ബി അമ്മ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. വളച്ചൊടിച്ച് തരും. ഫേവറേറ്റ് സിംഗർ? സിത്തു ചേച്ചി എനിക്ക് ഭയങ്കര കാര്യമാണ്. സിത്തു ചേച്ചിയുടെ വോയിസ്, സിത്തു ചേച്ചിയും ചിത്ര ചേച്ചി രണ്ടാളുടെയും വോയിസ് എന്നെ ഭയങ്കരമായിട്ട് കാമാക്കും. എന്നോടല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. അതെ അതെ, സോറി. അല്ല, എനിക്ക് പക്ഷേ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പം അത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സ് ഫ്രം കേരള. ആൻഡ് ഗൗരി ഓൾമോസ്റ്റ് എല്ലാവരും നല്ല സിംഗേഴ്സ് തന്നെയാണ്. ചേച്ചിയുടെ ഫേവറേറ്റ് ഡ്രസ്സ് സ്റ്റൈലോ എന്താണ്? ഏത് കോഴ്സാണ് എടുത്തേക്കുന്നത്? ഞാൻ ഹ്യൂമാനിറ്റീസ് ഇൻഫോണ് എടുത്തേക്കുന്നത്. CBSE ആണ് കേട്ടോ. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അയ്യോ, തീരണില്ലല്ലോ. കുറേയൊക്കെ റിപ്പീറ്റേഷൻ ആയിരിക്കും. ഉപ്പും മുളകിലും ഏറ്റവും കഷ്ടപ്പെട്ടത് ആരാണെന്നോ? എൻ്റെ അമ്മ, എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും കുറേ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ബാക്കി കിടപ്പുണ്ട് കേട്ടോ.
എന്തായിരുന്നു, എന്തോ ഒരു ടൈം ടേബിൾ ഇതൊക്കെ റെഡി ആക്കി കൊടുക്കാമോ, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് പതുക്കെ ഉപ്പുമുളകിലത്തെ ആദ്യത്തെ എക്സ്പീരിയൻസ്, പിന്നെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ്, അങ്ങനത്തെ ആദ്യം പീരീഡ്സ് ആയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, പിന്നെ റിയാക്ഷൻ ടു ഉപ്പുമുളകും നെഗറ്റീവ് കമൻറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കമൻസ് വായിച്ചാലല്ലേ. അതെ അതുണ്ട്. പക്ഷേ കമൻസ് വായിക്കാറില്ല. ഞാൻ കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കിട്ടില്ല. ഒരു വല്ലാത്തൊരു പുഞ്ചിരി നമ്മുടെ തല ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അത് ഭയങ്കര എന്നെ ഹാപ്പി ആക്കാറുണ്ട്. പിന്നെ ബെസ്റ്റി ആരായിരുന്നു? എനിക്ക് ബെസ്റ്റികളൊന്നുമില്ല. ബെസ്റ്റി ആരായിരുന്നു, ലവർ ഉണ്ടോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ആൻസർ ചെയ്യാം. കാരണം നല്ല ലേറ്റായി. നമുക്ക് നാളെ മോർണിംഗ് ക്ലാസ്സും ഉണ്ട്, ഷൂട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് പോയിട്ട് വേണം, ഇപ്പം ഇന്ന് ചെന്നിട്ട് വേണം എനിക്ക് രാവിലത്തേക്കുള്ള വർക്ക് ചെയ്ത് തീർക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് ഓൾമോസ്റ്റ് 4000 ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബെസ്റ്റ് ഉണ്ടോ ക്രഷ് ഉണ്ടോ എന്നല്ല. ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, റെക്കോർഡ് എഴുതാനുണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ ചെയ്യാനുള്ളത്. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്ന് അമ്മ. അതെ, അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് സമയം വൈകി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വെച്ച് കൺക്ലൂഡ് ചെയ്താലോ? ഇനി ചോദ്യങ്ങളൊക്കെ അതെ, വരുന്ന വീഡിയോയിൽ ഈ കമന്റേറ്ററിനെ ഇരുത്തണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബിലോ. അത് ഇരുത്താൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇരുത്തുള്ളൂ. ഇനി നല്ല ആരെങ്കിലൊക്കെ ഞാനിവിടെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിരുത്താം കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ദാറ്റ് വാസ് ഓൾ ഫോർ ടുഡേ. ഉറക്കം വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാ തിരുതിരാ കുറേ ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർ 10 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇതിനൊക്കെ റിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് തന്നെ നിങ്ങൾ വലിയൊരു വെരി ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. യെസ്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഇനിയും കുറച്ച് കിടിലൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദാറ്റ് ഞങ്ങളൊരു ലൈവ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്നാന്നുള്ളത് വഴി നമ്മൾ അറിയിക്കാം കേട്ടോ. എല്ലാം വന്നിടുവേ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിത്താ വരും അല്ലേ. പിന്നെ നമ്മുടെ ഒരു മൂവി പേട്ടറപ്പ് ഇറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് പേട്ടറാപ്പ് മൂവി റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ലൈഫ് ഇപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ എനിക്കും കാണുന്ന നിങ്ങൾക്കും ഒക്കെ പോകാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ദിസ് ഇസ് മീ ശിവാനി മേനോൻ സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഫുൾ ക്വസ്റ്റ്യൻസും കിടിലൻ ആൻസേഴ്സ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സോ ബൈ ബൈ.